ഷാർജയിൽ ജീവനൊടുക്കിയ അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കി. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം റദ്ദാക്കിയത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്? ലക്ഷ്മിപത്മ, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യഘട്ടം മുതൽ തന്നെ പ്രതി സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം കോടതി നൽകിയിരുന്നു. എന്നാൽ കോടതിക്ക് മുമ്പിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം കോടതിക്ക് മുമ്പിൽ എത്തുകയും ചെയ്തു. ഇതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം കോടതിക്ക് മുമ്പിൽ എത്തി. സ്ത്രീധന പീഡനം അടക്കമുള്ള കാര്യങ്ങളിൽ കോടതി അത് നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചു. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടാണ് ഈ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റത് എന്ന കാര്യം കോടതി നിരീക്ഷിച്ചു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡിജിറ്റൽ തെളിവുകളുടെ കാലപ്പഴക്കം അത് നിർണ്ണയിക്കാൻ ഫോറൻസിക് ലാബിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകളൊന്നും നിലവിലെ ഘട്ടത്തിൽ അത് പരിഗണിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മരണത്തിന് കാരണമായേക്കാവുന്ന ആത്മഹത്യാ പ്രേരണ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്കെതിരെ ആത്മഹത്യ കുറ്റം നിൽക്കുമെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. BNS 108 പ്രകാരമാണ് ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിച്ചത്. സതീഷിനെതിരെ കൊലപാതകം കുറ്റം നിലനിൽക്കില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ഇതോടുകൂടി സതീഷിന് നിലവിൽ ഈ സാഹചര്യം സ്ത്രീധന പീഡനം അടക്കമുള്ള കാര്യങ്ങളിൽ സതീഷിന് പങ്കുണ്ട് എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നിലവിൽ നിലനിൽക്കുക, അതായത് പ്രതിക്ക് നിലവിൽ ഇടക്കാല ജാമ്യം റദ്ദായിരിക്കുന്നു. അതായത് ഇനി പ്രതിക്ക് ജാമ്യമില്ല. ഏറ്റവും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ പ്രതി ഹാജരായിട്ടുണ്ട്. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുണ്ടാകും. ഇതിനുശേഷമായിരിക്കും പ്രതിയെ വിടുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരമാണ്. അവരാണ് അത് തീരുമാനിക്കുക. ലക്ഷ്മിപത്മ. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.